എടാ തൊട്ടപ്പുറത്ത് പുന്നപ്ര സ്മാരകമില്ലേ, അതാരുടെയാന്നോ എന്തിനാന്നോ പോലും അറിയാത്തവനാണ് ഇവൻ. ഇവനെ പോലെ ഒരുത്തനെ പിടിച്ച് ഇത്രയും വലിയൊരു പാർട്ടിക്കാരന്റെ ഗൺമാനാക്കാന്ന് പറഞ്ഞ, അതും കണ്ണൂര് പോലൊരു സ്ഥലത്ത്. നിന്നെ കൊണ്ട് പറ്റൂലളിയ. നീ തന്നെ ആ നെറ്റ് എടുത്ത് നോക്ക്, അയാൾ ആരാണ്. ഒരു കാലത്ത് കണ്ണൂര് അയാളായിരുന്നു ദൈവന്റെ പാർട്ടിയുടെ അവസാന വാക്ക്. കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയില്ലാത്ത ആളാ. ഒടുവി പാർട്ടിക്ക് മുകളിൽ വരുന്ന നായപ്പം പാർട്ടി തന്നെ ഒതുക്കി. കണ്ണൂർ ഇയാൾ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ അവിടെ ഇയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കേട്ടാൽ തന്നെ പേടിച്ച് മരിക്കും. എത്ര തവണ സംഖ്യകൾ നോക്കിയാണെന്നറിയോ ഇയാളെ കൊല്ലാൻ. ഒരിക്കൽ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൂട്ടിയത്, എന്നിട്ടും തിരിച്ചു വന്നു. എൻ്റെ ചന്ദ്ര, പുള്ളിയെക്കുറിച്ച് ഈ പറയുന്ന കുറ്റമെല്ലാം വെറും കഥകളാണ്. അതുമാത്രമല്ല, പുള്ളി ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക. സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇവൻ പറയുന്ന പോലെ കണ്ണൂർ ഇപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും പാർട്ടി നിന്നെ അയച്ചത്. നീ ടെൻഷൻ അടിക്കാതിരിക്കുക, എല്ലാം ശരിയാവും. നീ പിന്നെ ന്യായീകരിക്കത്തല്ലേ ഉള്ളൂ.